ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി കുറേയുണ്ട്. ഇപ്പോ കേരള ജമാഅത്തെ ഇസ്ലാമി എന്നും പറഞ്ഞിട്ടല്ലേ ഇപ്പോ AP-ന്റെ ജാഥയില്ലേ അല്ലേ? മുസ്ലിം ജമാഅത്ത് നല്ല കുറെ. കാശ്മീർ ജമാഅത്ത് ഉണ്ട്, കാശ്മീർ ബംഗ്ലാദേശിലുണ്ട്, പാകിസ്ഥാനിലുണ്ട്. സത്യത്തില് പിടുത്തപ്പെട്ടു ഇവര്. ജമാഅത്ത് ഏത്, ജമാഅത്ത് ഇസ്ലാമി ഏത്, തബ്ലീഗ് ഏത്, മുജാഹിദ് ഏത് എന്നുള്ളതൊക്കെ AP ഏത്, EK ഏത് എന്നുള്ളത് ആകെ പിടുത്തപ്പെട്ടു. ലാസ്റ്റ് ഇവര് കാശ്മീരിലേക്ക് പോയി, അവിടുന്ന് പിന്നെ പാകിസ്ഥാനിലേക്ക് പോയി, പിന്നെ മൂപ്പര് പോയത് ബംഗ്ലാദേശിലേക്കാണ്. എന്താ വല്ലാത്തൊരു മനുഷ്യട്ടാ, വല്ലാത്തൊരു മനുഷ്യൻ. ഇയാള് ഈ ബുദ്ധിയില്ലായ്മയാണല്ലോ ഇപ്പൊ ഈ അടുത്ത കാലത്ത് അടുത്ത ദിവസം പറഞ്ഞ് ജമാഅത്ത് ഇസ്ലാമിയാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുക. കേരളത്തിൽ മാറാടും, രണ്ടാം മാറാടും, പിന്നൊരു മാറാടും. എന്തൊരു വിവരദോഷിയാണ് ഇയാളിട്ട. ഇയാളൊക്കെ വിശ്വസിച്ചിട്ടാണുള്ള കുറെ അന്തംഗമ്മികളായ സഖാക്കളും മറ്റൊക്കെ ഇയാൾക്കും വേണ്ടിയിട്ട് എന്താ പറയാ. ഇനിയെങ്കിലും എൻ്റെ സഖാക്കളോട്, നല്ലവരായ സഖാക്കളോട്, നിങ്ങൾ ഈ പാർട്ടിയെ, ഈ പ്രസ്ഥാനത്തെ തകർക്കരുത്. ഇതിവിടെ ആവശ്യമാണ്, ഇത് നമ്മുടെ രാജ്യത്ത് ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആശയങ്ങൾ പറയും, നിങ്ങളുടെ ആശയങ്ങൾ ജനങ്ങളോട് പറയും. നിങ്ങളെ ഈ 9.5 അല്ലെങ്കിൽ 9 മാസത്തെ അല്ലെങ്കിൽ 9 വർഷത്തെ അല്ലെങ്കിൽ 9.5 വർഷത്തെ വികസനത്തെക്കുറിച്ച്, നിങ്ങൾ നാട്ടിൽ ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളോട് പറയും. എന്നിട്ട് ജനങ്ങളിൽ നിന്ന് വോട്ട് വാങ്ങി വീണ്ടും അധികാരത്തിൽ കയറാൻ പറ്റുമോ എന്നുള്ളത് നോക്കി. അതല്ല ചെയ്യേണ്ടത്. എന്തിനാണ് മനുഷ്യന്മാരെ, ഈ വിവരമില്ലാത്ത ഈ ആളുകളൊക്കെ ആ വെള്ളാപ്പള്ളിൻ്റെ പിന്നാലെ നടന്നിട്ട് അയാളുടെ അതേപടി കൊണ്ട് കോപ്പി അടിച്ചിട്ട് എന്തിനാണ് ഇതൊക്കെ? എന്താണ് ഇതുകൊണ്ട് നിങ്ങൾ നേടുന്നത്? വല്ലാത്തൊരു നേതാക്കന്മാർ, വല്ലാത്തൊരു നേതാവ്.